നമസ്തേ. ഇന്ന് നമുക്ക് പഞ്ചമി വിഭക്തിയുടെയും ദ്വിതീയ വിഭക്തിയുടെയും പ്രഥമാ വിഭക്തിയുടെയും ഒരുമിച്ചുള്ള വാക്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാം. ഞാൻ കുറച്ച് പദങ്ങൾ എഴുതിയിട്ടുണ്ട്. യുധിഷ്ഠിരഃ അക്ഷയപാത്രം സൂര്യഃ പ്രാപ്തവാൻ. പ്രാപ്തവാൻ പ്രാപിച്ചു, ഭൂതകാല രൂപമാണ്. പ്രാപ്തവാൻ പ്രാപിച്ചു. ഇപ്പം എങ്ങനെയാണ് വാക്യം എഴുതേണ്ടത്? യുധിഷ്ഠിരൻ സൂര്യനിൽ നിന്നും അക്ഷപാത്രം പ്രാപിച്ചു, കിട്ടി. പ്രാപ്തവാൻ അതെങ്ങനെ എഴുതും? യുധിഷ്ഠിരഃ സൂര്യനിൽ നിന്നും, സൂര്യാത്. അക്ഷയപാത്രം അപ്പോൾ ഏത് വിഭക്തി വരണം? ദ്വിതീയ വിഭക്തി. യുധിഷ്ഠിരൻ പ്രാപിച്ചു. അപ്പോൾ യുധിഷ്ഠിരഃ എന്നുള്ളത് പ്രഥമാ വിഭക്തി. പ്രാപ്തവാൻ, ആര് പ്രാപ്തവാൻ? പ്രാപിച്ചു. ആര് പ്രാപിച്ചു? യുധിഷ്ഠിരൻ പ്രാപിച്ചു. അപ്പോൾ യുധിഷ്ഠിരഃ പ്രഥമാ വിഭക്തി. എന്ത് പ്രാപിച്ചു? അക്ഷയപാത്രം. അപ്പോൾ അക്ഷയപാത്രം ദ്വിതീയ വിഭക്തിയിൽ വരും. ആരിൽ നിന്നും പ്രാപിച്ചു? സൂര്യനിൽ നിന്നും. അപ്പോൾ സൂര്യാത്, സൂര്യൻ എന്ന പദം പഞ്ചമി വിഭക്തിയിൽ. അപ്പോൾ ഒരു വാക്യത്തിൽ പ്രഥമാ വിഭക്തിയുണ്ട്, ദ്വിതീയ വിഭക്തിയുണ്ട്, പഞ്ചമി വിഭക്തിയുണ്ട്. ശരി, ഇനി രണ്ടാമത്തെ വാക്യം നോക്കാം. കർണഃ കവചം സൂര്യഃ. ഈ അക്ഷയപാത്രം എന്നുള്ളത് നപുംസകലിംഗ ശബ്ദമായതുകൊണ്ട് നമ്മൾ അതിൻ്റെ രൂപങ്ങൾ കണ്ടു. പ്രഥമാ വിഭക്തിയിലും ദ്വിതീയ വിഭക്തിയിലും ഒരേപോലെ തന്നെയാണ്. വനം വനേ വനാനി, വനം വനേ വനാനി. പ്രഥമ ദ്വിതീയം ഒരേ രൂപങ്ങളാണ് നപുംസകലിംഗ ശബ്ദത്തിൻ്റെ. അതേപോലെ തന്നെ കവചം എന്നുള്ളതും നപുംസകലിംഗ ശബ്ദം. അപ്പോൾ ദ്വിതീയ വിഭക്തിയും കവചം എന്നേ വരുള്ളൂ. കർണൻ സൂര്യനിൽ നിന്നും കവചം പ്രാപിച്ചു. പ്രാപ്തവാൻ, ആര് പ്രാപ്തവാൻ? കർണഃ പ്രാപ്തവാൻ. എന്ത് പ്രാപിച്ചു? കവചം പ്രാപ്തവാൻ. കവചം ദ്വിതീയ വിഭക്തി. ആരിൽ നിന്നും? സൂര്യാത്. അപ്പൊ സൂര്യനിൽ നിന്നും, സൂര്യാത്. നമ്മൾ രഘു മഹാരാജാവിൻ്റെ കഥ കണ്ടു. ഓരോ ശരീരാംഗങ്ങളിൽ നിന്നും ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, അത് ഇതൊക്കെ ഊരിയെടുത്തിട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ ഏതിൽ നിന്നുമാണോ എടുത്തത്? പഞ്ചമി വിഭക്തി. ഇവിടെ ആരിൽ നിന്നുമാണോ ലഭിച്ചത് ആ വ്യക്തി അല്ലെങ്കിൽ ആ പദം ഏതിലായിരിക്കണം? പഞ്ചമി വിഭക്തിയിൽ. ഇനി അടുത്തത് കർണഃ ശക്തി ആയുധം. ശക്തി ആയുധം ഇത് നമ്മുടെ അർജുനന് നേരെ പ്രയോഗിച്ചു. പക്ഷെ ഭഗവാൻ ഉള്ളതുകൊണ്ട് അർജുനനെ രക്ഷപ്പെടുത്തി. ശക്തി ആയുധം ആരിൽ നിന്നുമാണ് കിട്ടിയത്? ഇന്ദ്രനിൽ നിന്നും. കർണഃ പ്രാപ്തവാൻ. കർണൻ പ്രാപിച്ചു, കിട്ടി. എന്ത്? ശക്തിയായുധം. കർണഃ ശക്തിയായുധം പ്രാപ്തവാൻ. ആരിൽ നിന്നും? ഇന്ദ്രനിൽ നിന്നും. അപ്പോൾ ഇന്ദ്രാത്. ഇനി രാവണഃ ചന്ദ്രഹാസഃ ശിവഃ. രാവണൻ ചന്ദ്രഹാസം എന്ന വാള് ശിവനിൽ നിന്നും കിട്ടിയല്ലോ രാവണന്. ഇപ്പോൾ രാവണഃ പ്രാപ്തവാൻ. എന്ത് പ്രാപ്തവാൻ? ചന്ദ്രഹാസഃ എന്നുള്ളത് അകാരാന്ത പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് അതിൻ്റെ ദ്വിതീയ വിഭക്തി രാമഃ രാമം. ചന്ദ്രഹാസഃ ചന്ദ്രഹാസം എന്ന് വരും അതിൻ്റെ ദ്വിതീയ വിഭക്തി. അപ്പോൾ രാവണഃ ചന്ദ്രഹാസം പ്രാപ്തവാൻ. ആരിൽ നിന്നും? അപ്പോൾ ശിവാത്. ശിവാത് രാവണഃ ചന്ദ്രഹാസം പ്രാപ്തവാൻ. കൃഷ്ണഃ സുദർശനം വരുണഃ. സുദർശനം എന്നുള്ളത് നപുംസകലിംഗ ശബ്ദമാണ്. അതുകൊണ്ട് ദ്വിതീയ വിഭക്തി അതേ രൂപം തന്നെയാണ്. കൃഷ്ണഃ പ്രാപ്തവാൻ. കിം പ്രാപ്തവാൻ? സുദർശനം പ്രാപ്തവാൻ. ആരിൽ നിന്നും? വരുണാത് പ്രാപ്തവാൻ. സ്കന്ദഃ മുരുകൻ. മുരുകൻ ഗരുഡനിൽ നിന്നും മയൂരം, മയിലിന് കിട്ടി, സ്കന്ദന്. അപ്പോൾ സ്കന്ദഃ പ്രാപ്തവാൻ. സ്കന്ദഃ കിം പ്രാപ്തവാൻ? മയൂരഃ ശബ്ദത്തിൻ്റെ ദ്വിതീയ വിഭക്തി മയൂരം.
സ്കന്ദഃ മയൂരം പ്രാപ്തവാൻ. ആരിൽ നിന്നും? ഗരുഡാത് പ്രാപ്തവാൻ. സ്കന്ദഃ മയൂരം ഗരുഡാത് പ്രാപ്തവാൻ. അർജുനഃ ഗാണ്ഡീവം വരുണഃ. ഗാണ്ഡീവം എന്നുള്ളത് നപുംസകലിംഗ ശബ്ദമായതുകൊണ്ട് അതിൻ്റെ രണ്ടാമത്തെ വിഭക്തി അതേപോലെ തന്നെ. അർജുനഃ പ്രാപ്തവാൻ. അർജുനഃ ഗാണ്ഡീവം പ്രാപ്തവാൻ. അർജുനഃ ഗാണ്ഡീവം വരുണാത് പ്രാപ്തവാൻ. വരുണനിൽ നിന്നും ഗാണ്ഡീവം കിട്ടി. ഇനി അർജുനഃ പാശുപതം ശിവഃ. പാശുപതാസ്ത്രം കിട്ടിയല്ലോ. കിരാതാർജുനീയം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട് സംസ്കൃതത്തിൽ. നല്ല രസമായിട്ട് ഈ അർജുനനും ശിവനും തമ്മിൽ നടന്ന്, ശിവൻ വന്നത് കിരാതമൂർത്തിയുടെ രൂപം ധരിച്ചാണല്ലോ. അപ്പോഴാണല്ലോ അവർ തമ്മിൽ യുദ്ധമൊക്കെ നടക്കുന്നത്. നല്ല രസമായി വർണ്ണിച്ചിട്ടുണ്ട് ആ ഒരു കൃതിയിൽ. അപ്പം അവസാനം ശിവൻ പ്രസന്നനായിട്ട് അർജുനന് പാശുപതാസ്ത്രം നൽകാണ്. അപ്പോൾ പാശുപതം എന്ന ശബ്ദം നപുംസകലിംഗ ശബ്ദമായതുകൊണ്ട് ദ്വിതീയ രൂപം അതേപോലെ തന്നെ. അർജുനഃ പ്രാപ്തവാൻ. എന്ത് പ്രാപിച്ചു? അർജുനഃ പാശുപതം പ്രാപ്തവാൻ. ആരിൽ നിന്നും? ശിവനിൽ നിന്നും. അപ്പോൾ ശിവാത്. അർജുനഃ പാശുപതം ശിവാത് പ്രാപ്തവാൻ. ഇത് സിമ്പിൾ അല്ലേ? ഇനി ഇതുപോലെ തന്നെ ആകാരാന്തവും ഈകാരാന്ത സ്ത്രീലിംഗ രൂപം ഉപയോഗിച്ചും പഞ്ചമി വിഭക്തി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.